അസ്സലാമു അലൈക്കും. ഹർഫ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോൻ്റെ ബാലൻസ് വീഡിയോ ആണ് കേട്ടോ. ബാക്കി കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ ഇത് മനസ്സിലാകും. ഇത് നിക്കാഹിൻ്റെതും അത് കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടിൻ്റെയും കൂടെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ കച്ചി ഇതിൽ വല്യമ്മ എന്ന് പറയും. റിസപ്ഷനാണ്, കല്യാണം കഴിഞ്ഞിട്ട് ഒരു പരിപാടിയുള്ളത് വല്യമ്മ എന്ന് പറയും. അപ്പോൾ അത് ആ കല്യാണത്തിന് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി കുറച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ്. ഇവിടം വരെ കുറച്ചും കൂടെ ആയിട്ടാണ് അവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിർത്തിയത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ പിന്നെയും തുടങ്ങിയിട്ട് കാണിക്കണം കേട്ടോ. ഒരുങ്ങി ഞങ്ങൾ വണ്ടിയിൽ കയറി കല്യാണത്തിന് പോണ വഴിക്ക് പൂ വേണമെന്ന് പറഞ്ഞ് പൂ മേടിച്ച് മോള്, പിന്നെ അത് കുത്താനായിട്ട് സ്ലൈഡ് ഇല്ലായിരുന്നു. അപ്പോൾ ആ സ്ലൈഡ് മേടിക്കാനായിട്ട് പോയി. ബാപ്പയും മോളും കൂടെ അതേ സ്ലൈഡ് മേടിച്ചിട്ട് വരുന്നതാണ്. അങ്ങനെ കാറിൽ വെച്ച് തന്നെ പൂവൊക്കെ തലയിൽ വെച്ച് എന്നുവെച്ചാൽ മോൾക്ക് വെച്ച് കൊടുത്ത്. നമ്മൾ പോണ വഴിയാണ്, ചുള്ളിക്കലാണ് അവരുടെ വീട്, കല്യാണ വീട്. അത് ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന വീട്. ഇപ്പോൾ കല്യാണത്തിന് മുമ്പായിട്ട് കുറച്ച് പരിപാടി, അതായത് കല്യാണത്തിന് ഇറങ്ങണതിന് മുമ്പ് മജ്ലിസ് എന്ന് പറയും. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പരിപാടിയുള്ളതിന് മജ്ലിസ് എന്ന് പറയും. അതായത് പുതിയാപ്പിള ഇറങ്ങണതിന് മുമ്പ് ഇങ്ങനെ സർബത്ത് വെക്കും, സർബത്ത് കലക്കി വെക്കും. ആ സർബത്തൊക്കെ സ്പെഷ്യൽ സർബത്താണ് കേട്ടോ. അതും ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും കൂടെ കാണിക്കാവുന്നത് അതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത്. പുതിയാപ്പിള ഇറങ്ങി വന്ന് ഇതാണ് നമ്മുടെ മജ്ലിസ് എന്നുള്ള പരിപാടി. അതായത് എല്ലാവരുടെ അനുഗ്രഹം മേടിക്കണതാണ് പുതിയാപ്പിള, മണവാള്. എല്ലാവരും ഇത് സഹോദരനും ഭാര്യയാണ്. എല്ലാവരുടെ അനുഗ്രഹങ്ങളും മേടിക്കണതാണ്. ഞാനും ഉണ്ട്, ഹസ്ബൻഡും ഉണ്ട്. മോളാണ് കേട്ടോ ഇപ്പോൾ ഇത് വീഡിയോ എടുക്കണത്. അപ്പോൾ നമ്മളും അനുഗ്രഹിച്ചു. പിന്നെ അങ്ങനെ അവിടെ ഉള്ളവരെന്ന് വെച്ചാൽ അവിടെ പുതിയാപ്പിളൻ്റെ വീട്ടുകാർക്ക്, ഉമ്മാക്കും വാപ്പക്കും പ്രിയപ്പെട്ട, അതായത് അവരുടെ ബന്ധത്തിൽപ്പെട്ട കൂടപ്പിറപ്പുകളാണ് ഈ പരിപാടിക്ക് വരുന്നത്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞത് ആ സർബത്ത് കൊടുക്കണതാണ്. ഈ സർബത്ത് എല്ലാവരും കുടിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ പുതിയൻ്റെ, അതായത് കല്യാണം പെണ്ണിൻ്റെ വീട്ടിലാണല്ലോ, അങ്ങോട്ട് പുറപ്പെടണേണ്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് എല്ലാവരും ഇതേ സർബത്ത് കുടിച്ച് അത് കുറച്ച് പേരൊക്കെ ഇറങ്ങി. അപ്പോൾ ഉസ്താദ് വന്ന് ദുആ ചെയ്യണേണ്. എല്ലാം ബർക്കത്ത് ഹയറായിരിക്കണമല്ലോ, ബർക്കത്തായിരിക്കണമല്ലോ. അപ്പോൾ എല്ലാം ദുആ ചെയ്യണേണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ അതായി ഇറങ്ങി വണ്ടിയിൽ ഇങ്ങനെ കയറാനായിട്ട് നിൽക്കണേണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ വണ്ടിയിൽ കുറവ് ആൾക്കാർ, 5 പേര് കയറുമല്ലോ എന്തായാലും വണ്ടിയിൽ. അപ്പോൾ കുറവ് ആൾക്കാരാണ് ഉള്ളവരിൽ വണ്ടി ഇല്ലാത്തവരെയും കൂടെ കയറ്റും. ഇപ്പോൾ ഒരാളോ രണ്ടാളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവരെയും കൂടെ കയറ്റിക്കൊണ്ട് പോകാനായിട്ട് ഇങ്ങനെ നിൽക്കണേ കേട്ടോ. പുതിയാപ്പിളക്ക് കാറിൽ വെക്കാനുള്ള പൂവാണിത്. അപ്പം ഞങ്ങളുടെ കൂടെ ഞാനും മോളും ഹസ്ബൻഡും കുട്ടിയും ഉള്ളതുകൊണ്ട് എൻ്റെ വാപ്പാടെ പെങ്ങളാണിത്. വാപ്പാടെ പെങ്ങളും ഞങ്ങൾ കൊണ്ടുപോകണതാണ് കല്യാണത്തിന്. അപ്പോൾ ഇത് കല്യാണത്തിന് കാരണവന്മാരെ മാത്രം വിളിച്ചിട്ടുള്ളൂ, മക്കളെയൊന്നും വിളിച്ചിട്ടില്ല. റിസപ്ഷനാണ് മക്കളെ വിളിച്ചിരിക്കണം, അതായത് വല്യമ്മക്ക്. അപ്പോൾ എൻ്റെ വാപ്പാടെ പെങ്ങൾ പൊപ്പു എന്നാണ് ഞങ്ങൾ വിളിക്കണം, പോണേണ്. കുണ്ടന്നൂർ വഴിയാണ് കേട്ടോ പോണത്. കാക്കനാട്, അത് കല്യാണ മണ്ഡപത്തിൻ്റെ പേര് അതിൽ കാണിച്ചു കേട്ടോ, കാക്കനാടാണ്. അപ്പം അതാ കുണ്ടന്നൂർ വഴിയാണ് പോണത്. ഈ കുണ്ടന്നൂർ പാലം ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ മിക്കപ്പോഴും മറ്റേ നമ്മുടെ എറണാകുളത്തേക്ക് പോകണ പാലം, ഹാർബർ പാലം ഒക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കുണ്ടന്നൂർ വഴി പോകണതുകൊണ്ട് ആ പാലം കൂടെ കാണിക്കണേണ്. പിന്നെ അവിടുത്തെ കുറച്ച് നല്ല നല്ല വ്യൂസൊക്കെ. ഞങ്ങൾ സ്ഥലം എത്താനായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്ഥലം, കെട്ടിടമല്ലേ അത്. നമ്മൾ കാക്കനാട് എത്തി. നമ്മുടെ അവിടെ പള്ളി, മോസ്ക്, നമ്മുടെ സ്ഥലം എത്താനായിട്ടാണ്. ഈ ഇത് കഴിഞ്ഞ് തിരിയണത്
ഇതാ നമ്മുടെ സ്ഥലമെത്തി. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇത്രയും കൂടെ മുമ്പിലേക്ക് പോകണം കല്യാണ മണ്ഡപം എത്താനായിട്ട്. അപ്പോൾ അതിലേക്ക് കയറി ഇങ്ങനെ പോകണം. ഇതിൻ്റെ ഉള്ളിൽ എത്രയോ ഏക്കർ സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെ കുറേ ഈ കല്യാണ മണ്ഡപം മാത്രമല്ല വേറെ ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. നമ്മുടെ ഇങ്ങനെ കല്യാണ മണ്ഡപത്തിലേക്ക് പോണ വഴിയിലുള്ള പൂക്കളുടെയും ചെടികളുടെയും ഒക്കെ വീഡിയോ ഇങ്ങനെ എടുത്തെടുത്ത് പോകണതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്, അടിപൊളിയായിട്ടുണ്ട് സ്ഥലമൊക്കെ. അങ്ങനെ പൂക്കളുടെയൊക്കെ വീഡിയോ കണ്ട, പൂക്കളൊക്കെ കണ്ടാൽ പിന്നെ വിടൂലില്ല. സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല, ഒന്ന് ശരിയായി വരുമ്പോഴേക്കും ഐസ്ക്രീം അപ്പോൾ കഴിക്കും, അപ്പോഴത്തേക്കും പിന്നെയും സൗണ്ട് പോവും. പിന്നെ ഐസ്ക്രീം കണ്ടാൽ പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ നമ്മുടെ സ്ഥലം എത്താനായിട്ട് നമ്മുടെ കല്യാണം മണ്ഡപം എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങോട്ട് വളയണയാണ്. ആൾക്കാരൊക്കെ അവിടെയൊക്കെ നിൽക്കണം. അത് റെസ്റ്റോറൻ്റാണ്. ഇവിടെയാണ് നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ നിൽക്കണം. എന്ത് സ്ക്വയർ ചെയ്തിട്ടുണ്ട് അത് ശരിക്കും വായിക്കാൻ പറ്റിയില്ല. എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ മണ്ഡപം. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മജ്‌ലിസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഓരോരുത്തർ ഫസ്റ്റ് അങ്ങനെ ഇറങ്ങുമല്ലോ. ഇറങ്ങണവർ വന്നിട്ട് അവിടെ നിൽക്കും. അവിടെ നിന്നിട്ട് പുതിയാപ്പിളയും കൂടെ വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് അകത്തേക്ക് കയറുന്നത്. അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ കാത്തു നിന്ന് കുറച്ചധികം പേര് എത്തിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ നിൽക്കണേണ്. അപ്പോൾ വെയിലൊക്കെ അധികമായത് കാരണം ഞങ്ങൾ പറഞ്ഞ് അവിടുത്തെ അവർ പറഞ്ഞ് അകത്തേക്ക് കയറി നിന്നോ, വെള്ളമൊക്കെ കുടിച്ചിട്ട് തണുപ്പാണല്ലോ, വെയിലത്ത് നിൽക്കണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് ഒന്നിച്ച് കയറാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറണേണ്. ഇത് പുതിയാപ്പിളിൻ്റെ മാമാമാരാണ്. അതായത് ആങ്ങളെ പെങ്ങളും മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടാണ് കെട്ടണത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധമാണല്ലോ. വാപ്പാടെ പെങ്ങളെ മോനും, അതായത് അപ്പം പെണ്ണിനാണെങ്കിൽ വാപ്പാടെ പെങ്ങളെ മോന്, ചെറുക്കനാണെങ്കിൽ ഉമ്മാടെ ആങ്ങളൻ്റെ മോള്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കെട്ടണത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധക്കാരാണ്. അതായത് എൻ്റെ ഭാബിയുടെ മോന്, ഭാബിയുടെ ആങ്ങളൻ്റെ മോള് കെട്ടണത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ആ ചെറുക്കൻ വീട്ടുകാർ വന്ന് എൻ്റെ ആങ്ങളെയും, എൻ്റെ ഭാബിയുടെ മോൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ആങ്ങളുടെ മോനാണല്ലോ. അപ്പോൾ അത് അവരൊക്കെ വന്ന് ചെറുക്കനൊക്കെ അകത്തേക്ക് കയറി. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത്, ചില വീഡിയോ ഒക്കെ നല്ല രസമായിട്ടുണ്ട്, ചില വീഡിയോ ഒക്കെ ഇങ്ങനെ ഒരുമാതിരിയാണ്. ഇത് ഉള്ളിൽ കയറിയിട്ടുള്ളതാണ് കേട്ടോ. ഉള്ളിൽ ഫുള്ള് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ ഡെക്കറേഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. ആൾക്കാർ കയറി സർബത്തൊക്കെ കുടിച്ചിട്ടാണ് കയറിയത്. അവിടെ നിന്ന് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു, അതൊക്കെ കുടിച്ചിട്ടാണ് കയറുന്നത്. ഇത് കണ്ടോ, പെണ്ണിനെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ടാണല്ലോ അങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങനെ വീഡിയോ ഒക്കെ അവിടെ അതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അപ്പോൾ വീഡിയോ എവിടെ പോയി നിന്ന് വീഡിയോ കൃത്യമായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഇങ്ങനെ നോക്കണേണ്. നമ്മളൊക്കെ അകത്ത് കയറി. അവിടെ നല്ല ഫ്ലവറൊക്കെ കണ്ട് പുതിയാപ്പിളയും കൂട്ടുകാരന്മാരൊക്കെ നിന്ന് വീഡിയോ എടുക്കണേണ്. ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ പുതിയാപ്പിള അവിടെ ഇരുന്ന്, പിന്നെ ഒരു സൈഡിൽ പുതിയാപ്പിളിൻ്റെ ആൾക്കാർ, ഒരു സൈഡിൽ പുതിയണ്ണിൻ്റെ ആൾക്കാരാണ് ഇരിക്കുന്നത്. നിങ്ങളെന്നെ ശ്രമിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അള്ളാഹു നിനക്ക് വീതിച്ചു തന്നതെന്തോ അതിൽ തൃപ്തിപ്പെടേണ്ടതുണ്ട്. ജീവിതത്തിൽ സമ്പത്തായി, ഇണയായി, വീടായി, വാഹനമായി, അനുഭവങ്ങളായി, അയൽക്കാരായി, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ അള്ളാഹു വീതിച്ചു തന്നത്, ആ വീതിച്ചു തന്നതിൽ തൃപ്തിപ്പെടണം. എനിക്ക് എൻ്റെ റബ്ബ് തന്നത് ഇതാണ്, എൻ്റെ അയൽക്കാരന് കൊടുത്തത് ഇന്നതാണ്, എൻ്റെ റബ്ബ് എന്ത് തന്നുവോ ജീവിതത്തിൽ സന്തോഷവും സൗഭാഗ്യവും കൈവരാൻ വേണ്ടി ഇരിക്കുന്ന നാം ശ്രദ്ധിക്കുക. മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലെ വധൂവരന്മാർ വിവാഹിതരാകുന്ന സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ സർവമാന ബർക്കത്തുകളും അവർക്കുണ്ടാകാൻ. അത് ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. ജീവിതത്തിലെ ഏതൊക്കെ നന്മകളുണ്ടോ, ഏതൊക്കെ ബർക്കത്തുകളുണ്ടോ, അത് ഈ ഇണകളിൽ ഉണ്ടാവുക എന്നതാണ്. അള്ളാഹു ഈ ഇണകളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നിക്കാഹ് ഓതനാണ്. ഇനി നിക്കാഹ് ഓതണത് കുറച്ചേ എടുത്തിട്ടുള്ളൂ ഞാൻ. ثم أعظم أمر الإنسان وجعل لها قدرا
وحرم بسببه السفاح فبالغ في تقبيحه ردعا وزجرا وأشهد أن لا إله إلا الله وحده لا شريك له. അപ്പോൾ നിക്കാഹ് ഓതി കഴിഞ്ഞു. പുതിയ ആപ്പിളിൻ്റെ കൈ മാപ്പാടെ കൈ പെണ്ണിൻ്റെ മാപ്പാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടിക്കണേണ്. മഹർ കൊടുത്തിട്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് പൊരുത്തപ്പെടിക്കണേണ്. അപ്പം നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മുബാറക്ക് പറയലുണ്ട്. അതാണ് കേട്ടോ, എല്ലാവരും വന്ന് മുബാറക്ക് പറയണേണ്. അപ്പോൾ ഞങ്ങൾ താഴത്ത് പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുബാറക്ക് പറയും, മോളിൽ അവിടെ ആണുങ്ങൾ ഇന്ന് മുബാറക്ക് പറയും. അതാണ് കേട്ടോ. അപ്പോൾ ആ പെണ്ണിനെ കാണാൻ വേണ്ടി അപ്പോൾ ഈ മുഖം തുറക്കൽ ഞങ്ങൾ പെണ്ണിനെ ഒരുക്കിയിരുത്തുമ്പോഴൊന്നും ഞങ്ങൾ മുഖം തുറക്കാൻ പാടില്ല. ചെറുക്കൻ കണ്ടു കഴിഞ്ഞ ശേഷം മാത്രമേ മുഖം തുറക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഇത് പെണ്ണിനെ ചെറുക്കൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. നിക്കാഹൊക്കെ കഴിഞ്ഞ് ചെറുക്കൻ്റെ സ്വന്തമായല്ലോ പെണ്ണ്. പിന്നെ ഈ ചെറുക്കൻ മുഖം നോക്കിയിട്ടാണ് ബാക്കിയുള്ളവർക്ക് മുഖം കാണാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. അങ്ങനെ മുകളിലെത്തി പെൺകുട്ടി. ഞാൻ പറഞ്ഞു മോനെ കൈ പിടിച്ച് കയറ്റെന്ന് പറഞ്ഞ്. അവൻ കൈ പിടിച്ച് കയറ്റി മുഖം തുറക്കലൊക്കെ ഒന്നിച്ച് കഴിഞ്ഞ് ശരിക്കും കൈ പിടിച്ച് കയറ്റി അവിടെ വന്നിരുന്നു. പതുക്കെയാണ് മുഖം തുറക്കണം. അത് അടുത്തേക്ക് കാണിക്കണ്ടേ. അങ്ങനെ ചെറുക്കനും പെണ്ണും കണ്ടു. മോതിരം ഇടണം. അപ്പം ഇങ്ങനെ മുഖം നോക്കി കഴിയുമ്പോൾ കയ്യിൽ മോതിരം ഇട്ട് കൊടുക്കും. മോതിരം ഇട്ടാ അവരായി അവരുടെ പാടായി. ഇനി ഫോട്ടോ എടുക്കൽ മഹർ കൊടുക്കണം കേട്ടോ. ഇത് മഹർ പറഞ്ഞിട്ടുണ്ടായിരുന്ന മാല ആയിട്ടാണ് കൊടുക്കണത്. അത് കൊടുക്കണേണ്. ഞാൻ മാല കൈ കൊടുത്ത ഫോട്ടോഗ്രാഫർ പറഞ്ഞ മാല ഒന്ന് എടുത്ത് കാണിക്കുന്നു. അപ്പോൾ അതെടുത്ത് കാണിച്ച് അതിൻ്റെ ഉമ്മ കഴുത്തി കെട്ടി കൊടുക്കണം, ചെറുക്കൻ്റെ ഉമ്മ. പിന്നെ ഫോട്ടോ എടുക്കലാണ്. അവിടെ ഫോട്ടോ എടുക്കൽ ഞാൻ 1-2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ താഴത്തേക്ക് പോയി ഫുഡ് അടിക്കാനായിട്ട്. അവിടെ പിന്നെ അവർ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ ആയിട്ട് ഭയങ്കര ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. ഞാൻ ഫുഡിന് അങ്ങോട്ട് പോയി. ഫുഡൊക്കെ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ സാലഡൊക്കെ. അപ്പം നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറേയൊക്കെ കാലിയായി. എന്നാലും കുറച്ചൊക്കെ ഞങ്ങൾ തോണ്ടിയെടുത്ത് ഞങ്ങൾ ഫുഡടിയാണ്. അങ്ങനെ നമ്മുടെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഫോട്ടോ എടുക്കാനും ഒക്കെ നിന്ന്. അത് കഴിഞ്ഞിട്ട് കൈ കഴുകാൻ കയറിയെടുത്തൊന്ന് അങ്ങനെ ഒന്ന് കുറച്ച് വീഡിയോ എടുത്തതാണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇത് പണ്ടാരീസിൻ്റെ ആണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമിന് വേണ്ടി നിന്നിട്ട് ഐസ്ക്രീം കിട്ടിയില്ല ഞങ്ങൾക്ക്. നമുക്ക് കിട്ടിയത് കരിക്ക് പുഡിങ്ങാണ്. അപ്പോൾ അത് കഴിക്കാനായിട്ട് നിന്ന് അത് മേടിച്ച് അത് കഴിച്ച്. ഐസ്ക്രീമൊക്കെ തീർന്നു. അതായത് നേരത്തെ ആൾക്കാരൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ തീർന്നു. പിന്നെ ഇത് പുഡിങ് രണ്ടാമത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ ഇപ്പോൾ അവിടെ ഫോട്ടോ എടുക്കൽ നടക്കണമല്ലോ. അവർ ചെറുക്കനും പെണ്ണൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടൊന്നുമില്ല, ആൾക്കാരൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുറേ പേര് കഴിച്ചതിന് ഞങ്ങളും കഴിച്ച് ഇറങ്ങിയിട്ട് നമ്മളവിടെ പിള്ളേരെയൊക്കെ ഒന്ന് കാണിക്കാമെന്നും വെറുതെ പുറത്തൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. വെയിലാണെങ്കിലും നല്ല കാറ്റുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ ഭംഗിയൊക്കെ ഒന്ന് കാണാമല്ലോ എന്നും പറഞ്ഞ് ഞങ്ങളൊക്കെ ഇരുതണ്ട. നല്ല കാറ്റുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഇതുണ്ട്, പാർക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും കാണാമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. കുട്ടികളെയൊക്കെ ഒന്ന് കാണിക്കുന്നത് വെൽനെസ് പാർക്ക്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ പെർ ഹെഡ് 295 രൂപയാണ്. പിന്നെ അതിൽ കളിക്കണ എന്തെങ്കിലും കയറണമെങ്കിൽ 3 സംഗതിയിൽ കയറാൻ 500 രൂപ. അപ്പോൾ നമ്മളപ്പോൾ തൽക്കാലം ഇപ്പോൾ വേണ്ട, കയറണ്ട, പിന്നെ ആകട്ടെ, പിന്നെ വന്നിട്ട് കയറാം. വെയിലത്ത് ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വെറുതെ വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ തിരിച്ച് നടന്ന് പിന്നെയും ഹാളിലേക്ക് വന്ന്. അപ്പോഴും അവിടെ ഫോട്ടോ എടുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, വീഡിയോ എടുക്കൽ നടന്നുകൊണ്ടിരിക്കണതാണ്. നമ്മളൊക്കെ അവിടെ മാറിയിരുന്നപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അവിടെ താഴത്തുണ്ട്. അവരൊക്കെ ആയിട്ടിരുന്ന്
സംസാരിച്ചിട്ടൊക്കെ ഞങ്ങളവിടെ താഴ്ത്തിരിക്കണേണ്. എൻ്റെ ബ്രദറുണ്ട് അടുത്ത്. ഇത് ഹസ്ബൻഡ് എടുക്കണതാണ് കേട്ടോ. അതുകൊണ്ട് എന്നെ കിട്ടിയതാണ്. സാധാരണ ഉള്ള ഫോട്ടോകളിൽ ഞാൻ പറയാം, ഞാനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വയം ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ എടുക്കൽ. അപ്പോൾ എൻ്റെ മുഖമൊന്നും നല്ല കറക്റ്റൊന്നും കിട്ടാറൊന്നുമില്ല. ഇപ്പോൾ ഇത് ഹസ്ബൻഡ് ആ മോള അങ്ങനെ ആരെങ്കിലുമൊക്കെ എടുക്കുമ്പോഴാണ് എന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇതൊക്കെ ഹസ്ബൻഡ് എടുത്തതാണ്. ഹസ്ബൻഡിന് അങ്ങനെ കിട്ടാറുമില്ല വീഡിയോ എടുക്കാനായിട്ട്. എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും, അന്വേഷിച്ച് നടന്നാൽ കാണുകയില്ല. ഇപ്പോൾ അത് ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അത് മേടിച്ചിട്ട് ഞാൻ എടുക്കണതാണ്. ഇനി ഞാൻ എല്ലാം കഴിഞ്ഞ് അവർക്ക് വിശക്കണമെന്ന് പറഞ്ഞ് ചെറുക്കനും പെണ്ണും ഭക്ഷണം കഴിക്കാൻ വന്നിരുന്ന് പെണ്ണ് കഴിക്കണില്ല. ആ ഉടുപ്പിൻ്റെ ഭാരവും എല്ലാമായിട്ട് ആഭരണങ്ങളുടെ അതായത് ആ അതിലത്തെയൊക്കെ ഭാരം കാരണം കൊച്ചാകെ വിഷമിച്ചിരിക്കണതാണ്. കൊച്ചു പറഞ്ഞു എനിക്കിപ്പോൾ വിശക്കണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം, സ്വസ്ഥമായിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിരിക്കണതാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കഴിക്കണതാണ്. കൊച്ചിന് ഇത്തിരി സാലഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് നമ്മൾ റജ കൊടുക്കണം എന്ന് പറയും ഇതിന്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പെണ്ണിനെ ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഞങ്ങളിൽ അങ്ങനെയാണ് കേട്ടോ. ചെറുക്കൻ്റെ വീട്ടിലാണ് ഫസ്റ്റ് നൈറ്റൊക്കെ. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടേ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുള്ളൂ. അപ്പം അങ്ങനെ റജ കൊടുക്കണേണ്, ഏൽപ്പിക്കണേണ്. വാപ്പാനെയും ഉമ്മാനെയൊക്കെ പിടിച്ച് മോളെ ഏൽപ്പിക്കണേണ്. മോളെ ഉമ്മയും പാപ്പയും കൂടെ അവരെ ഏൽപ്പിക്കണേണ്, ചെറുക്കൻ്റെ ഉമ്മാനെയും പാപ്പാനെയൊക്കെ. കൊച്ച് കരയില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊന്ന് കരഞ്ഞ് പിന്നെ ചിരിച്ച് അത് പറഞ്ഞ് ഞാൻ കരയില്ല എന്ന് തന്നെയാണ്. പക്ഷെ പെട്ടെന്ന് എല്ലാവർക്കും ഒരു ചെറിയൊരു വിഷമം ഉണ്ടാവും. അങ്ങനെ പിന്നെ അത് അവർ പിന്നെ എന്തായാലും ആങ്ങളെ പെങ്ങളെ മക്കളാകുമ്പം എപ്പോൾ വേണമെങ്കിൽ അല്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും വീട്ടിലും പോകാൻ വരാം. എന്നാലും സ്വന്തം വീട്ടിൽ നിൽക്കണ പോലെ ഒന്ന് പോണേലേ ആ ഒരു സങ്കടം, സ്വന്തം വീട്ടിൽ നിന്ന് പോണേൻ്റെ ഒരു സങ്കടം. അപ്പോൾ ആ ബ്രദറിനെയൊക്കെ കെട്ടിപ്പിടിച്ച് പിന്നെ വാപ്പാടെ അനിയൻ, വാപ്പാടെ വാപ്പ എല്ലാവരും ഉണ്ട്. എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞിട്ട് കാറിൽ കയറണേണ്. കാറിൽ കയറിയിട്ട് പിന്നെ അപ്പോൾ അവരൊക്കെ കയറിയത് ഞാൻ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോനെ കൊണ്ടാണ് എടുപ്പിച്ചത്. അപ്പോഴൊക്കെ എൻ്റെ എൻ്റെ ഫോണിൻ്റെ ചാർജ് പോയി. പിന്നെ ഞാൻ എൻ്റെ ചേട്ടത്തിൻ്റെ മോനെ കൊണ്ടാണ് ഇതൊക്കെ എടുപ്പിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ചെറുക്കനും പെണ്ണും ചെറുക്കൻ്റെ വീട്ടിലെത്തി. പിന്നെ അവിടെ ഒരു നിക്കേട്ടി എന്ന് പറഞ്ഞൊരു പരിപാടിയാണിത്. അപ്പോൾ നിക്കേട്ടി എന്ന് പറഞ്ഞ പരിപാടിയിൽ വളയിടൽ, അതായത് വളയിടലെന്ന് പറയാം, വളയിടണം എന്ന് പറയുന്നത് ഞങ്ങളിൽ നിക്കേട്ടി എന്നാണ് പറയണത്. പരിപാടിയിൽ ഇങ്ങനെ കേക്ക് മുറിക്കും, അത് അവരെ വായിൽ അവരങ്ങോട്ടും പിന്നെ ഉമ്മാപ്പയും ഓരോ പീസ് വെച്ച് കൊടുക്കും. പിന്നെ ഉമ്മ വളയിടും. അങ്ങനത്തെ ഒക്കെ ചടങ്ങാണ് നിക്കേട്ടി. വാപ്പ വെച്ച് കൊടുക്കണേണ് രണ്ടുപേരുടെ വായിൽ. അതായത് അടാ അതേപോലെ തന്നെ ഉമ്മയും വെച്ച് കൊടുക്കും. പിന്നെ ഉമ്മ വളയിട്ട് കൊടുക്കണം. അത് ഉമ്മ വളയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ചേട്ടൻ്റെ ഭാര്യമാരും, അതാണിത്, 2 മൂത്ത ചേട്ടന്മാരുണ്ടല്ലോ, അവരുടെ ഭാര്യമാർ മോതിരം ഇട്ട് കൊടുക്കണേണ്. മോതിരം ഇട്ട് കൊടുക്കും. ഇതേപോലെ കേക്കും വായിൽ വെച്ച് കൊടുക്കും. നമ്മളൊക്കെ കാണികളാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണം, മറ്റുള്ളവരൊക്കെ കാണികളായിട്ട് ഇങ്ങനെ എല്ലാം നോക്കിയിരിക്കണേണ്, എല്ലാം സാക്ഷികളായിട്ടിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തു പറയുക എന്താണെന്നറിയില്ല ഇതിനൊന്നും. ഞാനൊരു തമാശ പറഞ്ഞാ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, ഏത് വീഡിയോ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കണേലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. നമുക്ക് പാട്ടിടാൻ നിവർത്തിയില്ലല്ലോ, മ്യൂസിക്കൊന്നും ഇടാൻ നിവർത്തിയില്ലല്ലോ. ഇടയ്ക്കൊരു മ്യൂസിക് ഇട്ടിട്ടുണ്ട്, അതെന്തെങ്കിലും ആകണമെങ്കിൽ ഞാൻ ആ മ്യൂസിക് മാറ്റും. കോപ്പിറൈറ്റ് വന്നെയാണെങ്കിൽ മ്യൂസിക് ഞാൻ മാറ്റും. അതെ, മൂത്ത ജ്യേഷ്ഠത്തി പിങ്ക്, അത് മോതിരമിട്ട് വായിൽ വെച്ച് കൊടുത്ത്. ഇപ്പം ഇളയ ജ്യേഷ്ഠത്തിയും മോതിരമിട്ട് കൊടുത്ത്. അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ ആ കേക്ക് മുറിച്ച് എല്ലാവർക്കും പങ്കിടണയാണ്. അപ്പോൾ അവിടെ ചായയും കടിയാണ് കേട്ടോ. എന്നാലും ബിരിയാണിയൊക്കെ തിന്ന് വന്നേലേ, അപ്പോൾ ചായയും കൊടുത്ത് തരണയാണ്. ചായയും ഉഴുന്നുവടയാണ്, അതിൻ്റെ കൂടെ ഓരോ പീസ് കേക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണത്തിൻ്റെ പരിപാടികളൊക്കെ. ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ചായയൊക്കെ കഴിച്ച് ഉഴുന്നുവടയൊക്കെ കഴിച്ച്
പിന്നെ എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോണേണ്. അപ്പോഴേക്കും സന്ധ്യയൊക്കെ കഴിഞ്ഞ് എന്ന് വെച്ചാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുത്തൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു നേരമാവും. പിന്നെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇതും കഴിയുമ്പോഴത്തേക്കും 5-6 മണിയാവും. 5-6 മണി കഴിഞ്ഞ് പിന്നെ ഒന്ന് വർത്താനം പറഞ്ഞൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും മണി 7 ആവും. പിന്നെ താങ്ങ വീട്ടിലേക്ക് പോണേണ്. പോണ വഴിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് ഇവിടെത്താനായി നമ്മുടെ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഇത് കല്യാണത്തിൻ്റെ ഞങ്ങളെടുത്ത ഫോട്ടോസൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കണേന്ന് കേട്ടോ. ഇപ്പം കല്യാണത്തിന് ഞാനും ജ്യേഷ്ഠത്തെയും പിന്നെ ഇങ്ങനെയുള്ളതൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഇടണേണ്. അതായത് ഇങ്ങനെ കല്യാണത്തിന് നടന്ന സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് നമുക്കതേ ഒരു അതിഥീനെ കിട്ടി. ഞാൻ പറഞ്ഞ അൽക്ക പാട്ടുകാരത്തിയാണെന്ന് പറയില്ലേ, അതുപോലെ ഒരു പാട്ടുകാരൻ അഫ്സൽ. അതുപോലെയല്ല, അഫ്സൽ ഏറ്റവും വലിയ പാട്ടുകാരൻ. അൽക്ക ഇങ്ങനെ പാടി തുടങ്ങി കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ കല്യാണത്തിന് അതായത് കല്യാണം കഴിഞ്ഞ് തിങ്കളും കഴിഞ്ഞ് ചൊവ്വാഴ്ചയായിരുന്നു റിസപ്ഷൻ. അപ്പോൾ ആ തിങ്കളാഴ്ച കൊണ്ട് ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ ആ റിസപ്ഷന് മുമ്പായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഫോട്ടോ ആണ് ഇട്ടിരിക്കുന്നത്. റിസപ്ഷന് മുമ്പായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള വീഡിയോയും ഫോട്ടോസൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങളിതാ ട്യൂസ്ഡേ ആയിരുന്നു റിസപ്ഷൻ, അതിലേക്ക് കയറണേണ് കേട്ടോ. റിസപ്ഷന് പോകാനായിട്ട് റെഡിയായതാണ്. ഞാൻ സാരിയാണ് ഉടുത്തത്. കുറേ നാൾ കൊണ്ട് സാരി ഉടുക്കണം. അപ്പം മിക്കവാറും ഉടുത്തിട്ട് ഞാൻ മാറ്റലാണ്, എനിക്ക് ഇഷ്ടപ്പെടാറില്ല. പക്ഷേ നമ്മൾ ഇന്ന് സാരി ഉടുത്തിട്ട് പോകാം. അങ്ങനെ ഇതാ സാരി ഉടുത്ത് കുറച്ച് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത്. പിന്നെ എല്ലാവരും കൂടെ എന്നിട്ട് ഒന്നെടുത്ത് മോളപ്പത്തേക്ക് പോയി. ഞായറാഴ്ച കല്യാണം കഴിഞ്ഞ് മോള് കൊല്ലത്തേക്ക് പോയി. എന്താണെന്ന് വെച്ചാൽ മൂത്ത മോള് 10ൽ പഠിക്കണതാണ്. അപ്പോൾ അതിൻ്റെ മോഡൽ എക്സാം തുടങ്ങണം. പിന്നെ ഇളയ മോള് കൂടെ ഉണ്ടായിരുന്നു. അതിനും സ്കൂളൊക്കെ ഉള്ളതല്ലേ, തിങ്കളും ചൊവ്വയും ബുധനും ഒക്കെ മുടങ്ങണ്ടെന്നും പറഞ്ഞ് ഞായറാഴ്ചത്തെ പരിപാടി കൂടിയിട്ട് മോളും കൊച്ചും കൊല്ലത്തേക്ക് പോയി. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളിതേ പോണേണ്. അപ്പോൾ റിസപ്ഷൻ്റെ പരിപാടിക്ക്, അതായത് വല്യമ്മൻ്റെ പരിപാടിക്ക് ഞങ്ങൾ പോണേണ്. അപ്പോൾ വല്യമ്മക്ക് ഞങ്ങളുടെ ആൾക്കാരെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞ കല്യാണത്തിന് കാരണവന്മാർ മാത്രമാണെന്ന് പറയല്ലോ. അപ്പോൾ ഈ വല്യമ്മക്ക് റിസപ്ഷന് അവരുടെ മക്കളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാവരെയും കാണാം. ഐലൻഡിലായിരുന്നു. ഐലൻഡിൽ നേവി കൊട്ടി അങ്ങനത്തെ എന്തോ സ്ഥലത്തായിരുന്നു. അതും ഇവിടെ എനിക്ക് പെട്ടെന്ന് പേരൊന്നും പറയാൻ കിട്ടൂല. പിന്നെ അതൊക്കെ തപ്പിയെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചു തരാം എല്ലാം കേട്ടോ. ഇതാ ഞങ്ങളവിടെ എത്തി. നേവി ക്ലബ്ബ്. ഓക്കെ, അതിൻ്റെ ഉള്ളിലേക്ക് കയറണേണ്. നല്ല ഡെക്കറേഷനൊക്കെ ആയിരുന്നേ. ഇവിടെ നല്ല ഡെക്കറേഷനും പൂക്കളും എല്ലാം നല്ല. ഇപ്പോൾ എല്ലായിടത്തും പ്ലാസ്റ്റിക് പൂക്കളാണ് അലങ്കരിക്കണം. ചില സ്ഥലത്ത് ഒറിജിനൽ പൂവൊക്കെ വെച്ച് അലങ്കരിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ചീഞ്ഞു പോകുമല്ലോ, പിന്നെ ഇരിക്കൂലല്ലോ. പിന്നെ പ്ലാസ്റ്റിക് പൂവാകുമ്പോൾ ഇവർക്ക് പിന്നെ അടുത്ത ഫങ്ഷന് ഉപയോഗിക്കാം. ഈ ഡെക്കറേഷൻ ചെയ്യണവർക്ക് അതായിരിക്കാം. അപ്പോൾ എന്താ നമ്മൾ നേരെ അവിടെയും വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. നേരെ പോയി വെൽക്കം ഡ്രിങ്ക് കുടിക്കണേന് ഫാഷൻ ഫ്രൂട്ട് പിസ്ത, കുട്ടികളുടെ പേരാണ്. അപ്പോൾ പുറത്തിങ്ങനെ ലൈറ്റ് ഇതൊക്കെ ഉണ്ടപ്പോൾ അതൊന്ന് വീഡിയോ എടുത്ത് അകത്തേക്ക് കയറി നമ്മൾ. അപ്പോൾ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുള്ളൂ. പുതിയപ്പോൾ എത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുള്ളൂ. ഞാൻ ഫുഡിൻ്റെ ഒന്നും തുറന്നു നോക്കാനും വീഡിയോ എടുക്കാനൊന്നും പോയില്ല കേട്ടോ. ഭക്ഷണം കഴിക്കണ സമയത്താണ് എല്ലാം എടുക്കാമെന്ന് വിചാരിക്കണം. പെട്ടെന്നൊന്നും പോയി ഫുഡൊന്നും തുറന്നു നോക്കിയില്ല. അപ്പോൾ അവിടെ ഭംഗിയിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ളതൊക്കെ വെച്ചിരിക്കണുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ കയറിയിരുന്ന്. ഇത് ജ്യേഷ്ഠത്തിൻ്റെ മോനാണ് കേട്ടോ ഫോട്ടോ എടുത്ത. ഇതൊക്കെ അവരാണ് എടുത്തത്. അവൻ ഇങ്ങനെ പോസ് ചെയ്യുക അങ്ങനെ പോസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നീ തന്നെ പോസ് ചെയ്യിപ്പിച്ചെടുക്കുന്നു പറഞ്ഞ് അവനെ കൊണ്ടെടുപ്പിച്ച് ഇത് ഞാനെടുത്തതാണ്. അപ്പോൾ അതാ ഇവിടെ പുറത്ത് കുറച്ച് പരിപാടികൾ ചെക്കനും പെണ്ണും കൂടെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടി ക്യാമറയും കൊണ്ട്. പിന്നെ അത് ഇതിലെ കൂടെ അവിടെ ഓടിക്കഴിഞ്ഞിട്ട് ചെക്കനും പെണ്ണും ഇതിലേ വരണ്ട്. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി അവർ പോയതാണ്. എന്നിട്ട് അപ്പുറത്ത് കൂടെ കയറി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പുറത്ത് കൂടെ മുമ്പിലേക്ക് വന്നു, മുമ്പിൽ നിന്ന് വീഡിയോ എടുക്കാമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ നിന്നത് ഞാൻ കുറച്ചെടുക്കണേ. അപ്പോഴത്തേക്കും ആൾക്കാർ മുമ്പിലൊക്കെ കയറിയപ്പോൾ ഞാൻ പിന്നെ കട്ട് ചെയ്തിട്ട് പിന്നെയാണ് എടുത്തത്. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ മുമ്പിൽ കൊണ്ടുകൊണ്ട് നമുക്ക് ചെറുക്കനെയും പെണ്ണിനെയും കാണാൻ പറ്റണില്ലല്ലോ.
അപ്പം ഇങ്ങനെ കുറച്ചിങ്ങനെ എടുത്ത് നോക്കി കട്ട് ചെയ്ത് പിന്നെ ഇങ്ങനെ കുറച്ച് നേരം എടുത്ത് നോക്കും കട്ട് ചെയ്യും. അപ്പോൾ ഫോട്ടോഗ്രാഫർമാരാണെങ്കിൽ ആ 3-4 മുമ്പിൽ തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ കയറി എടുക്കാം, എനിക്ക് അതിൻ്റെ ഇടയിൽ കയറി എടുക്കാൻ പറ്റൂലല്ലോ. ഞാനപ്പോൾ മാറി ഇങ്ങനെ നിൽക്കും, അടുത്ത് വരട്ടെ. അപ്പോഴേക്കും ദേ ഇത് പൊട്ടിക്കണോണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ചെറുക്കനെയും പെണ്ണിനെയും കിട്ടി. ഞാൻ ഒരു മൂലക്കലേക്ക് മാറി, മൂലക്കലല്ല ഇങ്ങനെ ഫ്രണ്ടിലായിട്ട് തന്നെ അങ്ങനെ ദൂരെ നിൽക്കണേ കേട്ടോ. അങ്ങനെ ചെറുക്കനെയും പെണ്ണിനെയും കിട്ടി. അതാ ചെറുക്കനും പെണ്ണും കയറി, മൂത്ത ജ്യേഷ്ഠനും ഭാര്യയും കയറി, രണ്ടാമത്തെ ജ്യേഷ്ഠനും ഭാര്യയും കയറി, ഇതെൻ്റെ ജ്യേഷ്ഠത്തിൽ കയറി. അങ്ങനെ പിന്നെ എല്ലാവരും ഇങ്ങനെ കയറിയിരിക്കണേണ്. പെണ്ണിനെയും ചെറുക്കനെയും ഇവിടെ കൊണ്ട് സ്റ്റേജിൽ കൊണ്ട് ഇരുത്തനെയാണ് എല്ലാവരും കൂടെ കയറിയിട്ട്. ഞാൻ അതേ പുറത്ത് ഇവിടെ നിന്നിട്ട് ഫ്രണ്ടിൽ നിന്നുള്ളതെടുത്ത് പിന്നെ എൻ്റെ സെൽഫി ആയിട്ട് നിന്നിട്ട് എടുത്ത് അങ്ങനെ ഒരു ഇത്തിരി എടുത്തോളൂ. പിന്നെ ഒരു സ്റ്റേജിൽ നിൽക്കണത് കുറച്ച് പേരൊക്കെ കയറിയല്ലോ, അപ്പോൾ അങ്ങനെ അവരൊക്കെ നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ ഞാനും കുറച്ച് ഫോട്ടോസ് എടുത്തു. നിന്നും ഇരുന്നും ഒക്കെ എടുത്തു. ഈ ഉടുപ്പും നല്ല ഹെവിയാണ് കേട്ടോ. എന്നാലും കല്യാണത്തിൻ്റെ ഉടുപ്പിൻ്റെ അത്ര ഹെവി അല്ല ഇത്. അപ്പോൾ അങ്ങനെ ദേ ഫോട്ടോ. പിന്നെ ഞാൻ മുകളിലേക്ക് കയറി. ഞാൻ പറഞ്ഞ പോലെ തന്നെ 1-2 ഫോട്ടോ എടുത്തോട്ടെ എന്നും പറഞ്ഞ് ഞാൻ കയറി എടുത്ത്. പിന്നെ അവരെല്ലാവരും സ്റ്റേജിലേക്ക് വിളിച്ച് കയറ്റി. എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ചെറിയൊരു ഡാൻസ് ഉണ്ടെന്നും പറഞ്ഞ് കൈകൊട്ടറലായിരുന്നു പറഞ്ഞ് ഞങ്ങളൊക്കെ അങ്ങനെ കയറി നിന്ന് സ്റ്റേജിൽ നിന്ന് എടുത്തതാണ് ആ ഫോട്ടോ കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ ആൾക്കാരാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൾക്കാരാണ്. അപ്പോഴേക്കും ഞങ്ങളവിടെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴത്തേക്കും ആളുകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി, അവരൊക്കെ ഫുഡ് അടി തുടങ്ങി. ഞങ്ങൾ ഫോട്ടോ എടുത്ത് അങ്ങനെ താഴ്ത്തിറങ്ങി. ഇതേ ഞാൻ എന്നിട്ട് പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്, എല്ലാവരുടെയും കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഫുഡ് ഞങ്ങൾ തിന്നാനെടുത്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് തിന്നാനെടുത്ത് കഴിഞ്ഞ് ഐസ്ക്രീം തിന്നാൻ പോയപ്പോൾ അവിടെയും ഐസ്ക്രീം തീർന്നു പോയി. കേക്കാണ് കിട്ടിയത്. അപ്പോൾ ആ കേക്ക് മേടിക്കണതിൻ്റെ ഇടക്കുന്നത് ഇങ്ങനെ ഒരു ഇത് കണ്ടു, ബിംബം കണ്ടപ്പോൾ ഞാൻ ഒന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് അവർ പുറത്തുനിന്ന് നന്നായിട്ട് എടുക്കാനോ എന്നും പറഞ്ഞപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഇതേ പുറത്തുനിന്ന് എടുത്ത് കുട്ടികളുടെ അടുത്ത് നെയ്മൂർ അറിയാം, ഞാൻ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് നെയ്മൂറിന്. പിന്നെ എല്ലാവരും ഇങ്ങനെ നിൽക്കണതും പറഞ്ഞ ഞാൻ പറയില്ലേ, ഞാൻ എൻ്റേതായിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ എടുക്കണത്. എപ്പോഴും ഞാൻ മറ്റുള്ളവരതാണ് ഇടണത്. അപ്പോൾ ഈ വീഡിയോ ഇത് ആരുടെ വീഡിയോ എന്നുള്ളത് എന്നെയും കൂടെ കാണണ്ടേന്ന് പറഞ്ഞ് ഞാൻ സ്വയം എടുക്കണതാണ് കേട്ടോ അതൊക്കെ. പിന്നെ കുട്ടികൾ വന്ന് നിന്നപ്പോൾ അതും എടുത്ത്. അപ്പോൾ ആനുക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കണമെന്നും പറഞ്ഞ് ആനുവിനെയും കൊണ്ട് അങ്ങോട്ടും പോയി. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവർ സംസാരിക്കണേണ്. ഇതൊക്കെ സിസ്റ്ററാണ്, ഹസ്ബൻഡ് സിസ്റ്റർ, അനിയൻ്റെ മോൻ, അങ്ങനെ എല്ലാം. അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് എല്ലാം അവിടെ എല്ലാം ഒതുങ്ങി. പിന്നെ പുതിയ അപ്പളം കഴിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ടും മറ്റുള്ളവരൊക്കെ കഴിച്ച് ആളുകളൊക്കെ അതേ ഫോട്ടോ ഒക്കെ എടുത്ത് പോകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവിടെ ഫോട്ടോ എടുക്കാൻ നിന്ന് ബ്രദർ പറഞ്ഞ് അവരെ പോയി ഭക്ഷണം കഴിക്കാൻ വിളിച്ചുകൊണ്ടു വന്ന് പറഞ്ഞ് ഞാൻ അവരെ പോയി വിളിച്ചുകൊണ്ട് വന്ന് അവരൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കണം. പുതിയ അപ്പളെ മാത്രം കഴിക്കാനുള്ളൂ, ബാക്കി എല്ലാവരും കഴിച്ച്. അപ്പോൾ അവർ കഴിക്കണേണ്. ഇത് നമ്മുടെ ലാസ്റ്റ് സീനാണ് കേട്ടോ. 10 മണിക്ക് നമുക്ക് ഹോൾ ഒഴിഞ്ഞു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അവർ ഫുഡ് അടിച്ച് എളുപ്പം ഇറങ്ങി. അപ്പോൾ മണി 10:10 ആയി. പിന്നെ അവിടെ ഇരുന്ന് ഇങ്ങനെ സൊറ പറയണം. ഇതെൻ്റെ ആങ്ങളയാണ്, ഇളയ ആങ്ങളയാണ്, എൻ്റെ ഏറ്റവും ഇളയത്, ബാക്കിയൊക്കെ എൻ്റെ മൂത്തതാണ്. അപ്പോൾ അതായത് ഇരട്ട. അപ്പോൾ അവനും കയറുന്നപ്പോൾ അതും ഒന്ന് ഞാനൊന്ന് വീഡിയോ എടുത്ത്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ഇച്ചിരി ഇവിടെ എടുത്ത് പിന്നെ ഇറങ്ങണയാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ കയറുമ്പോൾ ഉള്ള സ്ഥലത്ത് അവിടെ നിന്നൊരു വീഡിയോ ഒക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുത്തി വീഡിയോ ഒക്കെ എടുത്ത്. ഇത് നെയ്മൂറിൻ്റെ ഉമ്മയും വാപ്പയും അനിയനും. അപ്പോൾ അതായത് എൻ്റെ ആങ്ങളൻ്റെ മോനും വൈഫും 2 കുട്ടികളും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. ഇത് കുറച്ച് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തതാണ്. അതായത് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്ത പോലെ റിസപ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തതാണ്. ഇത് ജ്യേഷ്ഠത്തിൻ്റെ മോനും ഭാര്യയും, അതും ടിൻസാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ റിസപ്ഷൻ്റെതും ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കല്യാണം റിസപ്ഷനൊക്കെ പരിപാടികൾ.
അപ്പോൾ എല്ലാവരും കാണണം, സഹകരിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അങ്ങനെയാണല്ലോ ഇപ്പോൾ എല്ലാവരും പറയണം. അപ്പോൾ ഞാനും അത് തന്നെ പറയണം. ചെറുക്കൻ്റെ ഉമ്മയും പാപ്പയാണ്, അല്ല പെണ്ണിൻ്റെ ഉമ്മയും പാപ്പയാണ് അത്, സോറി. അപ്പോൾ ഇത് ഫോട്ടോ ഇട്ടേക്കണേണ്ട, എല്ലാം ഫോട്ടോ ആണ്. സമയത്ത് ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ അതും കിടന്നോട്ടെ നമ്പർ അങ്ങനെ ഇട്ടതാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് എടുത്ത ഫോട്ടോ ഇറങ്ങാൻ പോണ്, അപ്പോൾ എടുത്തതാണ്. ഇതിനെ ശേഷം ആങ്ങളൻ്റെ മോൻ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് കൊച്ചിനെ അങ്ങനെ നിർത്തി, എന്നെ അങ്ങനെ നിർത്തിയെടുത്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.